ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ നമ്മളിത് ബക്രീദിൻ്റെ അന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മുടക്കായതുകൊണ്ട് തന്നെ ഇത്തിരി വൈകിട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റത്. അപ്പോൾ ഞങ്ങളത് എഴുന്നേറ്റു, പിന്നെ വേഗം സെറ്റപ്പെട്ടേന്നായിരുന്നു പിന്നെ കാര്യങ്ങളൊക്കെ. ബാവേനെ നമ്മുടെ കൊടുത്ത് പിന്നെ കുറച്ചൊരു ഉമ്മർത്ത് പോയി നിന്നു കേട്ടോ. ഞങ്ങൾ അത് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചൊരു ഉമ്മർത്തൊക്കെ പോയി നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ വെള്ളയപ്പം ഉണ്ടാക്കാനാണ് പരിപാടി. അപ്പോൾ അത് അമ്മയാണ് നോക്കണത്. അപ്പോൾ അമ്മ രാവിലെ വെള്ളത്തിൽ ചിക്കൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കൻ്റെ പരിപാടി ഞാനാണ്. അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളയപ്പം അമ്മ അപ്പുറത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് മസാലയൊക്കെ പുരട്ടി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ രാവിലെ ചിക്കൻ കറി വെച്ചാൽ എനിക്ക് പണി കുറയാലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അമ്മ ചായ അവർക്ക് ഉണ്ടാക്കേണ്ട അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ കറിയുടെ പരിപാടികൾ ഞാൻ നോക്കുകയാണ്. ആ നേരം കൊണ്ട് ഞാനും ഫുഡ് കഴിച്ചപ്പോൾ ഇത്തിരി സോയയുടെ കറി നിലത്തിണ്ടായിരുന്നു, അത് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചത്. ഞാനും ആദ്യം കൂടി കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെയ്ച്ചോറിൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അരി. പിന്നെ നമ്മൾ കുറച്ച് നല്ല വെയിലുണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം കൊണ്ട് മല്ലി കുറച്ച് ഉണക്കാൻ വെക്കാണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ വെക്കണം. അപ്പോൾ മഴ പെയ്താലും ഓടിപ്പോയിട്ട് എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെയാണ് എനിക്ക് എണ്ണ തേക്കാനും പിടിക്കാനൊക്കെ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നല്ല വിശാലമായിട്ടുള്ളൊരു കുളിയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ നന്നായി തേച്ചു. പിന്നെ ഡെലിവറിക്ക് ശേഷം നല്ല ഹെയർ ഫോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്കിന്നിന് ഹെയറിനൊന്നും ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല, കാരണം നേരമില്ല. അതിനൊക്കെ പതുക്കെ ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഞാൻ അതേ മുടിയൊക്കെ കെട്ടി വെച്ചു. പിന്നെ കുറച്ച് നേരം പിടിക്കാറുണ്ട് ഞാൻ. ഇത് നമ്മൾ സാധാ എണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണ നമ്മൾ മൂപ്പിച്ചിട്ട് ഇങ്ങനെ കാച്ചിയിട്ട് ഉപയോഗിക്കില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വിഹാനക്കുട്ടിക്ക് ഫുഡ് രാവിലെ കഴിച്ചാൽ അവളൊരു 10-11 മണിയാകുമ്പോൾ ഒരു നേന്ത്രപ്പഴം നെയ്യിട്ടിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. നല്ല പടം ഫുഡ് കഴിപ്പിക്കാനായിട്ട്. അപ്പോൾ ആ നേരം കൂടി ഞാൻ ഓടിപ്പോയി കുളിച്ചു കേട്ടോ. കുളിച്ച് വന്നു. അപ്പോൾ ഇന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണ്ട, എൻ്റെ വലിയമ്മയുടെ മോളുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ നല്ല ഡ്രസ്സ് തന്നെ ഇട്ട് നിന്നു. പിന്നെ അവളുടെ ഡ്രസ്സുകൾ തോരയിടാണ്ടായിരുന്നു. മുകളിലാണ് ഞങ്ങൾ തോരയിടാറ് കേട്ടോ. ഇത് നമ്മൾ സ്കിന്നും ഹെയറൊക്കെ നോക്കിയിരുന്ന സമയത്ത് നട്ടതാണ്. ഇപ്പോൾ അതൊരു ഓർമ്മ മാത്രമായിട്ടാണ് ഇരിക്കണത് കേട്ടോ. അപ്പോൾ അതേ ഇനി നെയ്ച്ചോറിൻ്റെ പരിപാടി നോക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് അരി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നമ്മൾ അപ്പുറത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ നമ്മൾ ഇത്തിരി നല്ല ഗ്രേവി ആയിട്ടാണ് വെക്കുന്നത്. കാരണം നമ്മൾ സാലഡ് സാധനങ്ങളൊന്നും മോരിപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരി നല്ല ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വിഹാനക്കുട്ടി ഉറങ്ങിയ നേരത്തെ വന്നിട്ടാണ് ചെയ്യണത്. അവൾ ഉറങ്ങിയാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഞങ്ങളുടെ റെഡിയായി. നല്ല സാലഡും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഭാവിക്ക് ഇത്തിരിയൊക്കെ കൊടുക്കൂട്ടത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാനും ഫുഡ് നന്നായി കഴിച്ചു കേട്ടോ. അവൾക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുക. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇത്തിരി നേരം ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയിട്ടാണ് ഞാൻ അവളും കൂടിയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി പണിയുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് പോകാൻ വിചാരിച്ചേക്കണം. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ നല്ലോണം പുതിയത് വിരിച്ചു. പിന്നെ അടിച്ച് വാരി തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെയാണ് നല്ല ഡീപ്പായിട്ടുള്ള ക്ലീനിങ് നടക്കുള്ളൂ. അപ്പോൾ ഈ ഞങ്ങൾക്ക് അലമാരി ഇല്ലാത്ത കാരണം റാക്കുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. അടിയിൽ നിന്ന് റാക്കുകളൊക്കെ എടുത്തിട്ട് വേണം അടിക്കണമെങ്കിൽ. അപ്പോൾ നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചു വാരി അതൊക്കെ അടിച്ചു കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 റൂമാണ് മുകളിലുള്ളത്. ഇത് അച്ഛൻ്റെ മുറിയാണ് കേട്ടോ. അവിടെ ചെയ്ത് തുടച്ച് വന്നു. പിന്നെ ഞങ്ങളുടെ റൂം വൃത്തിയായിട്ടാണ്. അങ്ങനെ ഇതൊക്കെ വൃത്തിയായി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടിയിലുള്ള റാക്കുകൾ, അതൊക്കെ മാറ്റിയിട്ട് വേണം. അതിലാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോകാൻ നിൽക്കുകയാണ്. നമ്മുടെ രാധാകൃഷ്ണേട്ടൻ വന്നു. ഞങ്ങൾ ഇനി ഓട്ടോറിക്ഷയിൽ പോകാൻ പോകുന്നത് വില്ലടം നെല്ലിക്കാട് ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോകണം. വലിയമ്മയുടെ മോളുടെ വീടാണ് അവിടെ. അവർ മറ്റേ മോൾക്ക് ഫുൾ A+ +2 അവൾ വിവേകത്തിലാണ് പഠിക്കണത്. അപ്പോൾ അവളെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറേ നാളായി ചേച്ചി വരാൻ പറയണു വാവനും കൊണ്ട്, കുറച്ച് നേരം കളിക്കാനൊക്കെ ആയിട്ടേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് എത്തി. ഇപ്പോൾ ഈ വീട് അവർ മാറാൻ പോകണം. അവർ പുതിയ വീട് പണിയേണ്ടത് വിറ്റു വന്നാലും കുറച്ചാൾ പണിയണവർക്ക് ഈ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇതാണ് കേട്ടോ അവരുടെ ഫാമിലി. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ ദേവാവയും അവരൊക്കെ കൂടിയിട്ട് കളിക്കാൻ കേട്ടോ. അത് അവളുടെ അനിയനാണ്, ഭാവേഷ് എന്നാണ് കേട്ടോ പേര്. 2 പേര് വിവാഹത്തിൽ തന്നെയാണ്. നന്നായി പഠിക്കും കേട്ടോ. 2 പേര് നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങളത് ഉണ്ണിയപ്പം, കേക്ക്, പിന്നെ വട്ടയപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചായ ഞാൻ കുടിക്കില്ല. അപ്പോൾ അവരൊക്കെ ചായ കുടിക്കുകയാണ് കേട്ടോ. അവൻ നല്ല ഹാപ്പിയാണ്, കാരണം അടിപൊളിയായിട്ട് അവരെ കൂടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അവൾക്ക് കൂട്ടും അവരൊക്കെ ആയിട്ട് ഇങ്ങനത്തെ കുട്ടികളൊക്കെ ആയിട്ട് അവൾക്ക് ഭയങ്കര കമ്പനി ആയിക്കോളും. അവൾ കുറച്ച് നേരമൊക്കെ പ്രശ്നമാണ്, എന്നാലും പിന്നെയും കുഴപ്പമില്ല. അങ്ങനെ അവൾക്ക് സ്വീറ്റ്സൊക്കെ കൊടുക്കാണ്. അവൾക്ക് ഫുൾ A+ ആണ് കേട്ടോ. അപ്പോൾ അവനും കൊടുത്തു. അവനും ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി പോകാൻ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലേക്കാണ്. നമ്മുടെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് പോണത്.
പക്ഷെ അച്ചോള അവിടെ ഇല്ല. അച്ചോള ഹസ്ബൻഡ് ഉണ്ട്. അപ്പോൾ കുഞ്ഞച്ചനെ കാണാനായിട്ട് പോയതാണ്. കാരണം കുഞ്ഞച്ചനെ അവിടെ നിന്ന് വരാൻ പറ്റില്ല, ഇങ്ങോട്ട് ഒരാൾക്കേ വരാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഒരു അമ്മ വയ്യാണ്ടിരിക്കുക. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇവിടെ വരെ എത്തി. ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയി അവരുടെ വീടായി. അപ്പോൾ അവിടെയും പോയി കണ്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലെത്തി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. പിന്നെ സ്ഥിരം പതിവ് സീരിയൽ തന്നെ. പിന്നെ ദേവഹാനുകുട്ടി ഓരോ കളി കളിക്കുകയാണ്, അച്ഛൻ്റെ മുടിയൊക്കെ ഈരി കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ ഇരുന്ന് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനുള്ള ഒരു കാത്തിരിപ്പിനാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി വീണ്ടും നമ്മുടെ നെയ്ച്ചോറും ചെങ്ങേറിയും കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം കൂടി TV ഒക്കെ ഇരുന്ന് കണ്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മുകളിലേക്ക് പോവും. ഇനി ഞങ്ങൾ മുകളിൽ പോയി കിടന്നുറങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡേ ആൻഡ് മൈ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എൻ്റെ ഒരു സാധാരണ മുടക്ക് ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കഴിഞ്ഞു പോകാൻ. ട്രാവൽ ഒഴിച്ചാൽ ബാക്കിയുള്ള പണികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.